കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ കടയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. ഇഡ്ലി കടയിലെ സ്റ്റീമറാണ് പൊട്ടിത്തെറിച്ചത്. ശ്യാം കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, കലൂർ സ്റ്റേഡിയത്തിലെ ഇഡ്ലിക്കടയിലെ സ്റ്റീമർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 4 തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാളുടെ നില ഗുരുതരമായിരുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം മരിച്ചതായിട്ട് പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ സ്വദേശി സുമിത് എന്ന് പറയുന്ന തൊഴിലാളിയാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ജോലിക്കിടയിൽ സ്റ്റീമർ പൊട്ടിത്തെറിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അതിനിടയിൽ പെട്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവൂ എന്നാണ് പോലീസും പറയുന്നത്. ഏതായാലും നിലവിൽ അവിടെ പരിക്കേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരിച്ചയാളെ മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. മറ്റാർക്കും അപകടത്തിൽ പരിക്ക് ഏറ്റിട്ടില്ല എന്നും പറയുന്നു. ആളുകൾ കുറവായതിനാൽ ആ സമയത്ത് ആളുകൾ കുറവായ സമയമായതിനാൽ കൂടുതൽ പേർക്ക് പരിക്കിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കലൂർ സ്റ്റേഡിയത്തിന്റെ താഴെ ഏറ്റവും തിരക്കുള്ള ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കടയാണ് ഇഡ്ലി കട. അവിടെയാണ് ഇന്ന് വൈകിട്ട് സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. ഈ സ്റ്റീമറൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ചൊക്കെ അപകടം ഉണ്ടാവാറുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ് അത്തരം. കാരണം ഈ വാങ്ങുന്ന ഉപകരണത്തിന് സ്റ്റീമറിനൊക്കെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാർഗങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ കുറേ നാളുകളായി ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ. എന്തെങ്കിലും അശ്രദ്ധ ഇതിൽ പറ്റിയിട്ടുണ്ടോ? അത്തരം എന്തെങ്കിലും പുതിയ വിവരം ലഭിക്കുന്നുണ്ടോ ശ്യാം? നിലവിൽ ആ ഉപകരണത്തിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പ്രത്യേകിച്ച് ഇഡ്ലിക്കട പോലൊരു സ്ഥാപനം അവിടെ 24 മണിക്കൂറും തിരക്കുള്ള സ്ഥാപനം തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൃത്യമായി സർവീസിംഗിന്റെ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളത് സാങ്കേതിക പരിശോധനയിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും വൈകുന്നേരം തിരക്ക് കുറച്ച് കുറവുള്ള സമയത്ത് അപകടം ഉണ്ടായതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനിടയായത്. പക്ഷേ അവിടെ ദൗർഭാഗ്യകരമെന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന 4 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സുമിത് എന്ന് പറയുന്ന തൊഴിലാളിയാണ് മരിച്ചിരിക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് ശ്യാം പറയുന്നത്. ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ശ്യാം, അറിഞ്ഞിരുന്നോ? നിലവിൽ പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത്. പൊട്ടിത്തെറി ഉണ്ടായതിനെ തുടർന്ന് ആ സ്റ്റീമറിന്റെ ഭാഗങ്ങൾ ശരീരത്തിൽ തെറിച്ചു വീണുണ്ടായ പൊള്ളലാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മറ്റുള്ളവരുടെ നില ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ ആ അപകടത്തിൽ അവിടെ മരിച്ചു. അതും ആദ്യത്തെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വീണ്ടും പരിശോധിച്ചപ്പോഴാണ് പൊട്ടിത്തെറിച്ച സ്റ്റീമറിന്റെ അടിഭാഗത്ത് ഒരു തൊഴിലാളി, സുമിത് എന്ന് പറയുന്ന തൊഴിലാളി കിടക്കുന്നത് കണ്ടെത്തിയത്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. ഇഡലി കഫേ എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത്. ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഈ സമയം വലിയ തിരക്കില്ലാത്തൊരു സമയമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഈ വ്യാപ്തി അല്പം കുറച്ചതെന്ന് നമുക്ക് ആശ്വസിക്കാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. ഈ 4 പേരും അതിഥി തൊഴിലാളികൾ തന്നെയാണോ? കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ കടയിലാണ് സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഇപ്പോൾ ഒരു മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതെ, കൊച്ചി സ്റ്റേഡിയത്തിന് സമീപത്തെ കടയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇഡ്ഡലി കടയിലെ സ്റ്റീമറാണ് പൊട്ടിത്തെറിച്ചത്. 4 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്യാം കുമാർ നൽകിയത്. സാധാരണ ഏറെ തിരക്കുണ്ടാകുന്ന കടയാണ്. അതും കമേഴ്ഷ്യലി യൂസിനുള്ള സ്റ്റീമർ ആയതുകൊണ്ട് തന്നെ വലിയ സ്റ്റീമറാണ്. നമ്മൾ സാധാരണ ഈ സ്റ്റീമർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് ചെറുതാണെന്നൊരു തോന്നുന്നു. പക്ഷേ അത് കടയിൽ അത്രയും പേർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അത്യാവശ്യം വലിയ സ്റ്റീമറാണ്.